നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഈ വാതിൽക്കൽ കെട്ടാനുള്ളതാ. ഗൗരിയുടെ ആത്മാവ് ഇനി ഈ വീടിനുള്ളിൽ പ്രവേശിക്കരുത്. പക്ഷേ ഗൗരിയുടെ ആത്മാവ് എപ്പോഴും ഈ വീടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നല്ലേ പറയപ്പെടുന്നത്? അങ്ങനെ അകത്തുണ്ടെങ്കിൽ ആ ആത്മാവിന് ഇനി ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ സാധിക്കില്ല. കല്യാണ സമയത്ത് മുൻപ് ഇവിടെ വച്ചിരുന്ന മാന്ത്രിക ബന്ധനം പൊട്ടിച്ച ആത്മാവ് മണ്ഡപത്തിൽ വന്നതും കല്യാണം മുടങ്ങിയതും ശ്രേയയ്ക്ക് ഈ അവസ്ഥ വന്നതും ഇനി നിന്നെ ഉപദ്രവിക്കാൻ ഗൗരിയുടെ ആത്മാവിന് സാധിക്കില്ല. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു വാങ്ങിയതാ ഈ മോതിരം. ഇതെപ്പോഴും നിന്റെ കയ്യിലുണ്ടാവണം. ഈ മോതിരുള്ളപ്പോൾ അവൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കൈനീട്ട്. അങ്ങനെ ഗൗരിയുടെ ആത്മാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി ആ ഗംഗ കൂടി ഇവിടുന്ന് പോയി കിട്ടിയ സമാധാനമായി. അതിനു പറ്റിയ കൂടോത്രമൊന്നും ഇല്ലേ നാത്തൂനെ? എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത് മാളുവിന്റെ അടുപ്പാ. ആ ഗംഗ എങ്ങനെയൊക്കെയോ മാളുവിന്റെ മനസ്സിൽ ഇടം പിടിച്ചു. അല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവളിവിടുന്ന് കെട്ടിച്ചേനെ. എന്തെങ്കിലും അവസരം വരാതിരിക്കില്ല. നമുക്ക് നോക്കാം. ആദ്യം ഈ യന്ത്രം ഒന്നിവിടെ ബന്ധിക്കണം. അല്ല, അത് നമുക്ക് രാഹുലിനെ അജിത്തിനെ കൊണ്ട് കെട്ടിച്ചാ പോരെ? വേണ്ട. ഇനി അവരോട് ഇതെന്താ ഏതാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കണം. ഇതിപ്പോ നമുക്ക് തന്നെ കെട്ടാം. കയറി നിൽക്കാനുള്ള കസേറിയ സ്റ്റൂൾ എടുത്താൽ മതി. അത് ഞാനിപ്പോ എടുക്കാം. ഇനിയൊന്നും പേടിക്കാനില്ല. പിന്നെ മന്ത്രമോതിരത്തിന്റെ കാര്യം മറക്കണ്ട. ഒരു കാരണവശാലും ഇനി അത് വിരലിൽ നിന്നും ഊരരുത്. ഇല്ല. ഭൂതപ്രേതങ്ങളെ മാത്രമല്ല, മനുഷ്യരെ ഒഴിപ്പിക്കാനും ഇത്ര എന്തെങ്കിലും വേണമായിരുന്നു. അമ്മ ഒന്ന് ക്ഷമിക്ക്. ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ആണോ? ഓക്കെ, ഐ എം വെയിറ്റിംഗ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.